ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ SHOയുടെ മുറിയിലാണ് അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നത്. കൃത്യമായി എഴുതി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് നടനെ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ ഡാൻസ് ഓഫിന്റെ പരിശോധനയ്ക്കിടെ എന്തിന് ഇത്ര ധൃതിയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നും മറക്കാനില്ലായിരുന്നെങ്കിൽ എന്തിന് ഓടുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷൈൻ അയാളുടെ അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അടക്കം പറഞ്ഞത് തന്നെ ആക്രമിക്കാൻ വന്നത് ഗുണ്ടകളാണെന്ന് കരുതിയിരുന്നു. സിനിമാ മേഖലയിൽ തന്നെ തനിക്ക് ശത്രുക്കളുണ്ട്, പക്ഷേ അതാരാണ് എന്നുള്ളതിൽ വ്യക്തതയില്ല. ഇതിൽ പേടിച്ചാണ് ഓടിയത് എന്നുള്ളൊരു നിലപാട് അഭിഭാഷകൻ മുഖേന ഷൈൻ ഇന്ന് പോലീസിനെ അറിയിക്കുമെന്നുള്ളതാണ് അയാൾ ആ സുഹൃത്തുക്കളോട് ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പോലീസിന് ഷൈനുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അറിയാനുണ്ട്. ആ സമയത്ത് ഷൈൻ അവിടെ റൂമെടുത്ത ശേഷം ഷൈന്റെ മറ്റൊരു സുഹൃത്തിനും അതേ നിലയിൽ തന്നെ റൂമെടുക്കുകയും ഇവരെ രണ്ടുപേരെയും കാണാൻ മറ്റൊരാൾ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകളൊക്കെ ഇന്നത്തെ ചോദ്യം ചെയ്യലിലാകും പോലീസ് രേഖപ്പെടുത്തുക. ഏതായാലും ഈ ചോദ്യം ചെയ്യലിൽ തൃപ്തികരമല്ല എങ്കിൽ ഷൈനെ നോട്ടീസ് നൽകി മറ്റൊരു ദിവസം ഹാജരാകാൻ ആവശ്യപ്പെടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഷൈൻ ഇന്ന് നൽകുന്ന ഉത്തരങ്ങൾ അത് ഈ കേസിന്റെ ഇപ്പോൾ നിലവിലൊരു കേസ് ആയിട്ടില്ല എങ്കിൽ പോലും നിലവിൽ അന്വേഷണത്തിന് മുന്നോട്ടുള്ള ഗതിവിഗതികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷൈനെ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയും അത് വീഡിയോ റെക്കോർഡിംഗിൽ പകർത്തുകയും ചെയ്യുന്നത്. ഒരു കാര്യം പറഞ്ഞ് അത് പിന്നീട് പ്രതി മാറ്റി ഈ കേസിൽ ആരോപണ വിധേയൻ മാറ്റി പറയാൻ ഇടയാക്കരുത് എന്നുള്ളത് പോലീസിനും നിർബന്ധമുണ്ട്. വളരെ കൃത്യമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.